ബാക്ക് ടു ഡിസൈർ ഓൺലൈൻ ക്ലാസ്സസ്. നമ്മൾ സർഫസ് കെമിസ്ട്രി ചാപ്റ്റർ പഠിക്കണം അല്ലേ. അപ്പൊ സർഫസ് കെമിസ്ട്രിയിലെ കുറെ കണ്ടന്റുകൾ നമ്മൾ കവർ ചെയ്തു. അതിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കൊളോയിഡ്സിന്റെ ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ഡിസ്കസ്. കൊളോയിഡ്സിന്റെ പ്രിപ്പറേഷനും അതിന്റെ ഡീറ്റെയിലിംഗ് ഒക്കെ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് നമ്മൾ അതേ കൊളോയിഡ്സിന്റെ ക്യാരക്ടേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. സോ ക്വസ്റ്റ്യൻ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് കൊളോയിഡ്സ് ഓർ പ്രോപ്പർട്ടീസ് ഓഫ് കൊളോയിഡ്സ്. കൊളോയിഡ്സിന്റെ ചില പ്രോപ്പർട്ടീസിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പോകാൻ പോവാണ്. ഫസ്റ്റ് പ്രോപ്പർട്ടി, നമ്പർ 1. ഫസ്റ്റ് പ്രോപ്പർട്ടി കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് എന്ന് പറയും. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ് അത് നിങ്ങൾ സൊല്യൂഷൻ എന്ന ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്തു അല്ലെ. അപ്പൊ ആ സൊല്യൂഷൻ എന്ന ചാപ്റ്ററുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടേം ആണ് ഈ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. സൊല്യൂഷനിൽ പഠിക്കേണ്ട ഒരു സെക്ഷനാണ്. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാനുള്ളത് സൊല്യൂഷനുമായിട്ടും കൊളോയിഡ്സുമായിട്ടും കമ്പയർ ചെയ്ത് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി പറയാം. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് സൊല്യൂഷൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആർക്ക് കൊളോയിഡ്സിന് വളരെ കുറവായിരിക്കുന്നതാണ്. Okay, colligative property values of colloids are lesser than that of corresponding true solutions. ഇതാ കാര്യം എന്ന് പറഞ്ഞാൽ കൊളോയിഡ്സിനകത്ത് പാർട്ടിക്കിൾ സൈസ് കൂടുതലല്ലേ. ഈ പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ് ആര്, ഈ പറഞ്ഞ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. ഓക്കെ, പാർട്ടിക്കിൾ സൈസിനെ ഡിപ്പെൻഡ് ചെയ്യും. എന്നാൽ കൊളോയിഡ്സിന്റെ പാർട്ടിക്കിൾ സൈസ്, പാർട്ടിക്കിൾ നമ്പർ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? പാർട്ടിക്കിളിന്റെ നമ്പർ കൂടുമ്പോൾ, മീൻസ് സൈസ് കുറയുമ്പോൾ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് എന്ത് ചെയ്യും? കൂടും. എന്നാൽ കൊളോയിഡ്സിലേക്ക് നോക്കിയാലോ, കൊളോയിഡ്സിലെ പാർട്ടിക്കിളിന്റെ നമ്പർ കുറവാണ്, പക്ഷെ സൈസ് കൂടുതലല്ലേ. അപ്പോ കറസ്പോണ്ടിങ് എന്താ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ കൊളോയിഡ്സിന് കുറവായിരിക്കും അനുഭവപ്പെടുക. ക്ലിയർ ആയോ? അപ്പൊ വേറെ ഒന്നുമില്ല. ഫസ്റ്റ് പോയിന്റ് ഏതാണ്? ഫസ്റ്റ് പോയിന്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്. ഫസ്റ്റ് പ്രോപ്പർട്ടിയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. ആ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി അവർക്ക് എന്തായിരിക്കും? കറസ്പോണ്ടിങ് വാല്യൂ നോക്കുമ്പോൾ ഒന്ന് കുറഞ്ഞു നിൽക്കും. ആർക്ക് കുറഞ്ഞു നിൽക്കും? കൊളോയിഡ്സിന്. എന്തുകൊണ്ട് കൊളോയിഡ്സിന് ഈ പ്രോപ്പർട്ടി കുറഞ്ഞു? ബിക്കോസ് ദർ ഹാവിംഗ് ലാർജ് സൈസ്, ലെസ് നമ്പേഴ്സ്. അത്രയേ ഉള്ളൂ ഫസ്റ്റ് പ്രോപ്പർട്ടി. ഫസ്റ്റ് പ്രോപ്പർട്ടി ക്ലിയർ ആണോ? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് കുറവായിരിക്കും, കുറച്ച് വാല്യൂ ചെറുതായി നിൽക്കും. ആർക്ക്? കൊളോയിഡ്സിന്. ആരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രൂ സൊല്യൂഷൻസ്. ഫസ്റ്റ് പ്രോപ്പർട്ടി കഴിഞ്ഞു. Colligative properties are less than that of corresponding true solutions. ഇനി കോളിഗേറ്റീവ് പ്രോപ്പർട്ടി ഏതൊക്കെയാണെന്ന് നിങ്ങളോട് ചോദിക്കുകയാണെന്നിരിക്കട്ടെ. വാട്ട് ആർ ദ കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്? അത് നിങ്ങൾ സൊല്യൂഷൻ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് പഠിക്കേണ്ടതാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. ജസ്റ്റ് ഒന്ന് കേട്ടോളൂ കേട്ടോ, വെറുതെ കേൾക്കുക. നമുക്ക് ഇതിന്റെ ആവശ്യം ഇവിടെ ഇല്ല എങ്കിൽ പോലും ഞാൻ പറയാണ്. റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ. Okay, number 2, elevation of boiling point. Number 3, depression of freezing point. Number 4, osmotic pressure of solutions. ഈ 4 കണ്ടന്റുകളുടെയും ഈ 4 കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസും കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും മാർക്ക് കൊളോയിഡ്സ് എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി നമുക്ക് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? ഫസ്റ്റ് പ്രോപ്പർട്ടി ബുദ്ധിമുട്ടില്ലല്ലോ. ഫസ്റ്റ് പ്രോപ്പർട്ടി വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് ഞാനൊരു ആരെ താഴെ കാണിച്ചതിന്റെ കാര്യം കുറവായിരിക്കും എന്ന് പറയാൻ വേണ്ടി. നമ്പർ 2, ഒന്ന് വായിച്ചേ. എന്താ നമ്പർ 2 ഞാൻ എഴുതിയിരിക്കുന്നത്? ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയുന്നുണ്ട് അല്ലെ. എന്താ ഇഫക്റ്റ്? ടിൻഡൽ ഇഫക്റ്റ്. ടിൻഡൽ ഒരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം കണ്ടെത്തിയ ഇഫക്റ്റ് ആണ് കൊളോയിഡ്സിന്. പേര് പറയാ ടിൻഡൽ ഇഫക്റ്റ്. ഞാൻ ഒരു എക്സ്പെരിമെന്റേഷൻ പറഞ്ഞുതരാം സിമ്പിൾ ആയിട്ട്. ഒരു വെസൽ എടുത്തു. ഒരു വെസലിൽ ഞാൻ ആരെടുത്ത് വെച്ചേക്കാം? ഒരു കൊളോയിഡ് എടുത്ത് വെച്ചേക്കാം. ഒരു കൊളോയിഡ് എടുത്ത് വെച്ചേക്കാണ് വെസൽ. ഏതൊരു കൊളോയിഡ്, കാരണം നമ്മൾ കൊളോയിഡിന്റെ പ്രോപ്പർട്ടിയാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അല്ലെ. സോ ഒരു വെസലിൽ കൊളോയിഡ് എടുത്തിട്ട് കൊളോയിഡിൽ കൂടി ഞാനൊരു ലൈറ്റ് പാസ് ചെയ്യണം. ഓക്കെ, ഒരു സ്ട്രോങ് ലൈറ്റ് ബീം, ഒരു ലൈറ്റ് സോഴ്സിൽ നിന്ന് ലൈറ്റ് പാസ് ചെയ്യണം. എന്നിട്ട് അതിന്റെ ഇങ്ങനെയല്ലേ ലൈറ്റ് പാസ് ചെയ്യുന്നത്? അതിന് വെർട്ടിക്കലായിട്ട് ഞാനൊരു അൾട്രാ മൈക്രോസ്കോപ്പിൽ കൂടെ ഇത് വ്യൂ ചെയ്യണം. നിങ്ങൾ പറഞ്ഞേ ഞാൻ എന്താ ചെയ്തേ? ഒരു കൊളോയിഡ് എടുത്തു. ഒരു കൊളോയിഡിൽ കൂടി ഒരു സ്ട്രോങ് സോഴ്സ് ഓഫ് ലൈറ്റ് ഇങ്ങനെ പാസ് ചെയ്യാണ്. പാസ് ചെയ്തതിന്റെ ടോപ്പിൽ കൂടി ആരെ കടത്തി വിട്ടു, അല്ല ആരെ നോക്കി? ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വഴി താഴേക്ക് നോക്കുകയാണ്. ഇതിന്റെ മുകളിൽ കൂടിയാണ് നോക്കുന്നത്. ഇത് ഐപീസ് ആണ് മൈക്രോസ്കോപ്പിന്റെ. അവിടെ കൂടി നോക്കുക. നോക്കുമ്പോൾ ഈ ലൈറ്റ് പോകുന്ന ഈ പോർഷൻ ഇല്ലേ, ലൈറ്റ് പോകുന്ന പോർഷൻ, ഈ ലൈറ്റ് പോകുന്ന പോർഷൻ നല്ല ബ്ലൂയിഷ് അപ്പിയറൻസ് കാണാൻ പറ്റും, ബ്ലൂയിഷ് കളറായിട്ട് കാണാൻ പറ്റും. ഇതാണ് എന്ത് ഇഫക്റ്റ്? ഇഫക്റ്റ്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം ഞാൻ. ആരെടുത്തു? ഒരു വെസലില് ആരെടുത്തിട്ടുണ്ട്? ഏതോ ഒരു കൊളോയിഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊളോയിഡ് എടുക്കാം. നിങ്ങളുടെ ചോയ്സ്. കൊളോയിഡ് ആയിരിക്കണം എന്നാണ് നിർബന്ധം. കാരണം നമ്മൾ ആരുടെ പ്രോപ്പർട്ടിയാണ് ഡിസ്കസ് ചെയ്യുന്നത്? കൊളോയിഡ്സിന്റെ. അപ്പൊ കൊളോയിഡ് പ്രോപ്പർട്ടി ഉള്ള ഒരു സബ്സ്റ്റൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, കൊളോയിഡ് ആയിട്ടുള്ള ഒരാളെ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആരെ പാസ് ചെയ്തു? സ്ട്രോങ് ലൈറ്റ് ബീം പാസ് ചെയ്തു ത്രൂ സോഴ്സ്. ഒരു സോഴ്സിൽ നിന്ന് ഒരു സ്ട്രോങ് ലൈറ്റ് ബീം പാസ് ചെയ്യണം. പൊക്കോണ്ടിരിക്കുക.
കൊണ്ടുവന്നാൽ മതിയോ? ഇല്ല, ഒരു കാര്യം നമ്മൾ ചെയ്യണം അല്ലെ. ആ ലൈറ്റ് പോകുന്ന ആ ഡിറക്ഷന്റെ അപ്പർ സൈഡിൽ മോളിൽ താഴേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ജസ്റ്റ് ഒന്ന് നോക്കുകയാണ്, മൈക്രോസ്കോപ്പിലൂടെ നോക്കുകയാണ്. നോക്കുമ്പോ ഈ പോകുന്ന ലൈറ്റ് പോകുന്ന അത്രയും പോർഷൻ, ഈ ലൈറ്റ് മൂവ് ചെയ്യുന്ന അത്രയും പോർഷൻ ഏത് കളറായിട്ട് ഒബ്സർവ് ചെയ്യുന്ന പറയാ? ഒരു ബ്ലൂയിഷ് കളർ ഒബ്സർവേഷൻ, ഒരു ബ്ലൂയിഷ് അപ്പിയറൻസ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ആ ബ്ലൂയിഷ് അപ്പിയറൻസിന്റെ കാരണം എന്താണെന്നൊരു ക്വസ്റ്റ്യൻ വന്നാൽ നമുക്കറിയാം, ഇതിനകത്ത് നിറയെ സൈസ് കൂടിയ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ആണല്ലേ, ഡിസ്പോസ് ഫേസ് പാർട്ടിക്കിൾസ് ഉണ്ടാവും അല്ലേ. അപ്പൊ ലൈറ്റ് പോകുമ്പോൾ ഈ ലൈറ്റ് ചെന്ന് ഈ പാർട്ടിക്കിൾ വലിയ പാർട്ടിക്കിളോ ചെറിയ പാർട്ടിക്കിളോ? കൊളോയിഡാണ്, വലിയ പാർട്ടിക്കിളോ. ഈ വലിയ പാർട്ടിക്കിൾ പോയി ഇടിക്കുമ്പോ അവിടെ എന്ത് സംഭവിക്കും? സ്കാറ്ററിങ് നടക്കും. എന്താണ് സ്കാറ്ററിംഗ് അറിയാം? വിസരണം എന്ന് പറയും. ഇടിച്ചിട്ട് എല്ലായിടത്തേക്കും പോകുന്ന ഒരു പ്രോസസ്, സ്കാറ്ററിംഗ് നടക്കും, വിസരണം നടക്കും. അങ്ങനെ സ്കാറ്ററിംഗ് നടക്കുമ്പോൾ ഒരു ലൈറ്റാണ്, ലൈറ്റ് വന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കിൾ ഇടിച്ച് സ്കാറ്റർ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് കളർ ഒബ്സർവ് ചെയ്യാം? ബ്ലൂ കളർ. കാരണം എന്താ? വെബ് ജിയോർ അല്ലേ നമ്മുടെ ലൈറ്റിന്റെ ആ ഒരു ഇത് വേവലെങ്ത്തിന്റെ അറേഞ്ച്മെന്റ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, എല്ലാം ഓറഞ്ച് റെഡ് അല്ലേ. അതിൽ വേവലെങ്ത് കുറഞ്ഞ ഏത് റീജിയൻ? വയലറ്റും ഇൻഡിഗോയും ബ്ലൂവും പോലെയുള്ള പാർട്ടിക്കിൾസ് എല്ലാം കൂടി ഒത്തുചേരുമ്പോൾ നമുക്ക് ഏത് കളർ ഒബ്സർവ് ചെയ്യാൻ അവിടെ കാണാൻ പറ്റും? ബ്ലൂയിഷ് കളർ. ഇതാണ് എന്ത് ഇഫക്റ്റ്? ടിൻഡൽ ഇഫക്റ്റ്. ഓക്കെ, അപ്പൊ ടിൻഡൽ ഇഫക്റ്റിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു തന്നെ. എന്താ ചെയ്യണ്ടേ? നിങ്ങൾ ചെയ്യുന്ന ഒരു എക്സ്പെരിമെന്റ് വരെ പഠിക്കുക കേട്ടോ. നിങ്ങൾ ചെയ്യുന്ന എക്സ്പെരിമെന്റുകൾ പഠിക്കുമ്പോൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്? ഫസ്റ്റ് ഒരു വെസൽ എടുക്കുന്നു. ആ വെസൽ ആരെടുത്തു? കൊളോയിഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ കൊളോയിഡിലൂടെ നമ്മൾ ഒരു സ്ട്രോങ് ലൈറ്റ് ബീം, വീക്കായിട്ട് പോയത് കേട്ടോ, നമുക്ക് ഒബ്സർവേഷൻ പ്രോപ്പർ ആവത്തില്ല. സ്ട്രോങ് ലൈറ്റ് പാസ് ചെയ്യും. എന്നിട്ട് അതിന്റെ കറക്റ്റ് 90 ഡിഗ്രിയും താഴേക്ക് നോക്കുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? പറയൂ. ഒരു ബ്ലൂയിഷ് ഇലൂമിനേഷൻ, ഒരു ബ്ലൂയിഷ് അപ്പിയറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യും. ആ ബ്ലൂ കളർ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യം പറഞ്ഞ് ഒറ്റ വാക്കി പറഞ്ഞാൽ മതി. കാരണം സ്കാറ്ററിംഗ് ആണ്. കാരണം പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ് കൊളോയിഡ്സിന് അല്ലേ. അപ്പൊ ആ ലൈറ്റ് വന്ന് ഈ പാർട്ടിക്കിൾസ് ഇടിക്കുമ്പോൾ അവിടെ സ്കാറ്ററിംഗ് നടന്ന് സ്കാറ്ററിംഗിന്റെ റിസൾട്ട് ആയിട്ട് ഒരു ബ്ലൂയിഷ് കളർ അപ്പിയറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇതാണ് ഏത് ഇഫക്റ്റ്? ടിൻഡൽ ഇഫക്റ്റ്. ക്ലിയർ ആണോ? ഒരു കണ്ടീഷൻ കൂടി ഞാൻ എക്സ്ട്രാ പറഞ്ഞുതരാം. ടിൻഡൽ ഇഫക്റ്റ് നടക്കണമെങ്കിൽ ഒരു പ്രധാനപ്പെട്ട കണ്ടീഷൻ കൂടി സാറ്റിസ്ഫൈ ചെയ്യണം. അത് ഇതാണ്: ഡിസ്പേഴ്സ്ഡ് ഫേസും ഡിസ്പേർഷൻ മീഡിയം. രണ്ട് പാർട്ടിക്കിൾസ് അല്ലേ കൊളോയിഡ്സിൽ? രണ്ട് പാർട്ടിക്കിൾസ്. ഡിസ്പേർഷൻ ഫേസ് ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്, ഡിസ്പേർഷൻ മീഡിയം ഉണ്ട് കൊളോയിഡ്സിൽ. ആണോ അല്ലേ? അതിൽ കൂടി ലൈറ്റ് പാസ് ചെയ്യുന്നത്. ഈ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് നിങ്ങൾ 10th തൊട്ട് കേൾക്കുന്ന റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കേട്ടോ. രണ്ടുപേരുടെ ആകുമ്പോൾ പ്ലൂറൽ ആകുമ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡിസസ് എന്ന് പറയും. ഈ രണ്ടുപേരുടെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് തമ്മിൽ ദർ ഷുഡ് ബി എ ലാർജ് ഡിഫറൻസ്. അപ്പോ കൊളോയിഡ്സിലെ ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ കൊളോയിഡൽ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ പറഞ്ഞ ടിൻഡൽ ഇഫക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യും? ഒബ്സർവ് ചെയ്യാം. നല്ല സ്ട്രോങ് ബ്ലൂയിഷ് അപ്പിയറൻസ് നമുക്ക് ഒബ്സർവ് ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോ ഈ അവർ തമ്മിൽ ലാർജ് ഡിഫറൻസ് ഇല്ലെങ്കിലോ അപ്പിയറൻസ് കുറച്ച് എന്തായിരിക്കും? ബ്ലർ ആയിരിക്കും, അല്ലെങ്കിൽ വീക്കായിട്ടേ ബ്ലൂ അപ്പിയറൻസ് കിട്ടത്തുള്ളൂ. ഇത്രയാണ് ഏത് ക്വസ്റ്റിൽ പറയാനുള്ള ടിൻഡൽ ഇഫക്റ്റ്. 2 പോയിന്റ് നമ്മൾ കവർ ചെയ്തു അല്ലെ. ഫസ്റ്റ് പ്രോപ്പർട്ടി, കോളിഗേറ്റീവ് പ്രോപ്പർട്ടി. അവിടെ എന്താ ഞാൻ പറഞ്ഞത്? കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് കൊളോയിഡ്സിന് പൊതുവെ കുറവായിരിക്കും. കാരണം അവർക്ക് പാർട്ടിക്കിൾ സൈസ് കൂടുതലാണ്, എണ്ണം കുറവാണ്. ഇനി ഏതൊക്കെയാണ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂസ് ഞാൻ എടുത്ത് പറഞ്ഞു. അത് നമ്മൾ സൊല്യൂഷൻ പഠിക്കുന്നുണ്ട് എങ്കിൽ ഞാൻ പറഞ്ഞു ഏതൊക്കെയാ? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ ഓഫ് സോൾവെന്റ്. ഓക്കെ. നമ്പർ 2, എലിവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. നമ്പർ 3, ഡിപ്രഷൻ ഓഫ് ഫ്രീസിംഗ് പോയിന്റ് ഓഫ് സോൾവെന്റ്. നമ്പർ 4, ഓസ്മോട്ടിക് പ്രഷർ ഓഫ് സൊല്യൂഷൻ. ഈ 4 വാല്യൂവും കൊളോയിഡ്സിന് കുറവായിരിക്കും എന്നാണ് ഫസ്റ്റ് പ്രോപ്പർട്ടി പറയുന്നത്. സെക്കൻഡ് പ്രോപ്പർട്ടി ടിൻഡൽ ഇഫക്റ്റ് എന്ന് പറയും. എന്താണ് ടിൻഡൽ ഇഫക്റ്റ്? അതെന്താണെന്ന് നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു പ്രാവശ്യം കൂടി എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ എന്നോടൊപ്പം ഒന്ന് പറയാൻ ശ്രമിക്കുക. ഒരു വെസൽ ആരെടുക്കുന്നു? കൊളോയിഡ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലൂടെ ഒരു സ്ട്രോങ് ലൈറ്റ് ബീം പാസ് ചെയ്യുന്നുണ്ട്. അതിന്റെ വെർട്ടിക്കലായിട്ട് 90 ഡിഗ്രിയിൽ നമ്മൾ എന്ത് ചെയ്തു? എന്തിലൂടെ നോക്കുന്നുണ്ട്? ഒരു അൾട്രാ മൈക്രോസ്കോപ്പ്. എന്താണ് അൾട്രാ മൈക്രോസ്കോപ്പ്? സാധാരണ മൈക്രോസ്കോപ്പ് അല്ല, കോമൺ മൈക്രോസ്കോപ്പ് അല്ല, അൾട്രാ. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഒരു അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുമ്പോൾ ലൈറ്റ് പോകുന്ന പാത്ത് മാത്രം ഒരു ബ്ലൂയിഷ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി അതിന്റെ റീസൺ ചോദിച്ചാൽ പറയും കൊളോയിഡൽ പാർട്ടിക്കിൾസിൽ ഈ പോകുന്ന ലൈറ്റ് അവിടെ തട്ടി എന്ത് ചെയ്യും? സ്കാറ്റർ ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് വയലറ്റ് കളർ. സോ വയലറ്റും ഇൻഡിഗോയും ബ്ലൂ എല്ലാം കൂടി ചേർന്ന് നമുക്ക് ഏത് അപ്പിയറൻസ് കിട്ടുന്നത്? ഒരു ബ്ലൂയിഷ് അപ്പിയറൻസ് കിട്ടുന്നത്. ഇനി ഞാൻ ഒരു കണ്ടീഷൻ കൂടി പറഞ്ഞു. ഡിസ്പേഴ്സ്ഡ് ഫേസിന്റെയും ഡിസ്പേർഷൻ മീഡിയത്തിന്റെയും റിഫ്രാക്റ്റീവ് ഇൻഡിസസ് തമ്മിൽ ലാർജ് ഡിഫറൻസ് ഉണ്ടായിരിക്കണം എന്നതുകൂടി ഈ പറഞ്ഞ കൊളോയിഡ് പ്രോപ്പർട്ടിയുടെ ടിൻഡൽ ഇഫക്റ്റിന്റെ കണ്ടീഷനാണ്. അപ്പൊ ഈ 2 എണ്ണമൊക്കെ ക്ലിയർ ആയോ? 3ാമത്തെ കൂടി ഞാൻ പറയാം. നമ്പർ 3 ബ്രൗണിയൻ മൂവ്മെന്റ് എന്ന് പറയും. ബ്രൗണിയൻ മൂവ്മെന്റ് എന്ത് മൂവ്മെന്റ്? റോബർട്ട് ബ്രൗൺ ഒരു സയന്റിസ്റ്റ് ആണ്, ബൊട്ടാനിസ്റ്റ്. പോളൻ ഗ്രെയിൻസിന്റെ ഒക്കെ മോഷനെ കുറിച്ച് പഠിച്ച ഒരു സയന്റിസ്റ്റ് ആണ് റോബർട്ട് ബ്രൗൺ.
ഓക്കെ, അപ്പൊ റോബർട്ട് ബ്രൗണിന്റെ ഒരു ഡിറ്റർമിനേഷൻ, റോബർട്ട് ബ്രൗണിന്റെ ഒരു കണ്ടെത്തല് നമ്മൾ ഈ കൊളോയിഡുമായിട്ട് കോറിലേറ്റ് ചെയ്യാൻ പോകണം. പേര് പറഞ്ഞ ആദ്യം വേറെ ഒന്നുമല്ല, ആദ്യം പേര് അങ്ങ് പഠിക്കുക. എന്താണ് പേര്? ബ്രൗണിയൻ മൂവ്മെന്റ് എന്നാണ് പേര് പറഞ്ഞേ, ബ്രൗണിയൻ മൂവ്മെന്റ്. അപ്പൊ ഈ പറഞ്ഞ ബ്രൗണിയൻ മൂവ്മെന്റിനെ കുറിച്ച് പറയുമ്പോഴും ഇതുപോലെ കുഞ്ഞ് എക്സ്പെരിമെന്റ് നമുക്ക് കണ്ടക്ട് ചെയ്യാം. വേറെ ഒന്നുമില്ല, ഒരു വെസൽ എടുക്കുന്നു, കാണുന്നുണ്ടല്ലോ. നേരത്തെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ആരെടുത്തു? ഒരു കൊളോയിഡ് എടുത്തിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യണ്ട. നമ്മൾ നേരത്തെ ലൈറ്റ് പാസ് ചെയ്തിട്ടുള്ള അൾട്രാ മൈക്രോസ്കോപ്പിൽ പോയ ഇവിടെ നമ്മൾ നേരിട്ട് എന്തിനോട് നോക്കുക? അൾട്രാ മൈക്രോസ്കോപ്പിലൂടെ വ്യൂ ചെയ്യുക. നേരിട്ട് വേറെ ഒന്നും ചെയ്യേണ്ട, ഒരു കൊളോയിഡ് എടുക്കുക, സ്ട്രെയിറ്റ് ആരെ വെക്കുക? ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് നോക്കുക. ഇവിടെ ആര് വേണ്ട, ലൈറ്റ് പാസ് ചെയ്യണ്ട. ലൈറ്റ് പാസ് ചെയ്യാതെ ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വെച്ച് നമ്മൾ അതിലേക്ക് നേരിട്ട് എവിടെ നോക്കിയാൽ, കൊളോയിഡ് നോക്കിയാൽ ഇതിനകത്തെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് ഉണ്ടല്ലോ, ആ പാർട്ടിക്കിൾസ് സിക്സ് ആയിട്ട് ഇങ്ങനെ മൂവ് ചെയ്യും. അതിന്റെ ഇഷ്ടമുള്ള രീതിയിൽ സിക്സ് ആയിട്ട് അകത്ത് കിടന്ന് ഇങ്ങനെ ഓടുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. ഈ പേര് എങ്ങനെ വന്നു ചോദിച്ചാൽ, റോബർട്ട് ബ്രൗൺ എന്നൊരു ബൊട്ടാനിക്സിനെ കുറിച്ച് പറഞ്ഞു. ബോട്ടണിയുമായിട്ട് ബന്ധപ്പെട്ട സയന്റിസ്റ്റ് ആണല്ലേ. അദ്ദേഹം ഈ പറഞ്ഞ ഒരു സോൾവെന്റില്, അതായത് വെള്ളം പോലെയുള്ള ഏതെങ്കിലും ലിക്വിഡ്സിൽ പോളൻ ഗ്രൈൻസ്, എന്താണ് പോളൻ ഗ്രൈൻസ്? പൂമ്പൊടി എന്ന് പറയും അല്ലേ, അറിയാം, നിങ്ങളതൊക്കെ ബോട്ടണിൽ പഠിക്കുന്നുണ്ട്. ആ പോളൻ ഗ്രൈൻസ് ഇടുമ്പോൾ ഈ പോളൻ ഗ്രൈൻ വെള്ളത്തിൽ വീണിട്ട് അതിനുള്ളൊരു മൂവ്മെന്റ് ഉണ്ട്. അത് ചിലപ്പോഴത്തെ സോൾവെന്റിലും വാട്ടറിലും ഒക്കെ വീണ് കഴിഞ്ഞാൽ അത് മൂവ് ചെയ്യുന്നത് ഇത് സിക്സ് ആക്കായിട്ട്, അതിന്റെ ഇഷ്ടമുള്ള പോലെ സിക്സ് ആക്കായിട്ട് മൂവ് ചെയ്യും. ഓക്കെ, ആ മൂവ്മെന്റ് നമ്മൾ എവിടെ ഒബ്സർവ് ചെയ്തു? കൊളോയിഡ്സിൽ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ കൊളോയിഡ്സിൽ ഒന്നും ഇടണ്ട, വെറുതെ കൊളോയിഡ് എടുക്കുക, അൾട്രാ മൈക്രോസ്കോപ്പോട് വ്യൂ ചെയ്യുമ്പോൾ അതിന്റെ കൊളോയിഡൽ പാർട്ടിക്കിൾസ് സിക്സ് ആക്കായിട്ട് മൂവ് ചെയ്യും. ആ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ബ്രൗണിയൻ മൂവ്മെന്റ്. വേറെ ഒന്നും പഠിക്കേണ്ട, നിങ്ങൾ ഈ ഒരു പോയിന്റ് ക്ലിയർ ആയിട്ട് വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. അപ്പൊ എത്ര പോയിന്റ്സ് ആയി? നമ്മൾ 3 പോയിന്റ്സ് നമ്മൾ കവർ അപ്പ് ചെയ്തു. ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടീസ്, സെക്കൻഡ് ടിൻഡൽ ഇഫക്ട്, അത് രണ്ടും നമുക്ക് ഇപ്പൊ ക്ലിയർ ആയിട്ട് അറിയാം. തേർഡ് പോയിന്റ് ബ്രൗണിയൻ മൂവ്മെന്റ്. ബ്രൗണിയൻ മൂവ്മെന്റ് ഇതിനേക്കാളൊക്കെ സിമ്പിൾ ആണ് അല്ലേ. എന്താ ചെയ്യാം? ഒരു വെസലിൽ ഒരു കൊളോയിഡ് എടുക്കുക, എന്നിട്ട് ഒരു അൾട്രാ മൈക്രോസ്കോപ്പ് വഴി വെറുതെ വ്യൂ ചെയ്യാം, ഒന്നും ചെയ്യേണ്ട. വേറെ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞ് ഇതാണ് നിങ്ങളുടെ ഒബ്സർവേഷൻ. ആ പറഞ്ഞ കൊളോയിഡ്സിനകത്തുള്ള പാർട്ടിക്കിൾസ് എങ്ങനെ മൂവ് ചെയ്യും? ഏതെങ്കിലും പ്രത്യേക പാറ്റേൺ, ഇങ്ങനെ പോകണം അങ്ങനെ പോകണമല്ലോ ഉണ്ടോ? അതിന് ഇഷ്ടമുള്ള പോലെ സിക്സ് ആയിട്ട് ഒരു അണീവൻ ആയിട്ട് ഇഷ്ടമുള്ള പോലെ ഒക്കെ അതിനകത്ത് കിടന്ന് കണ്ടിന്യൂസ് ആയിട്ട് മൂവ് ചെയ്യും. ദാറ്റ് കണ്ടിന്യൂസ് മൂവ്മെന്റ് ഈസ് കോൾഡ് ബ്രൗണിയൻ മൂവ്മെന്റ്. അപ്പൊ എത്ര പോയിന്റ് ആയി? 3 പോയിന്റ് ആയി. നാലാമത്തെ പോയിന്റ് കൂടി ഞാനത് പറയാം. നാലാമത്തെ പോയിന്റ് കളറാണ്. കൊളോയിഡ്സിന്റെ നാലാമത്തെ പ്രോപ്പർട്ടിയുടെ പേര് വെച്ചാൽ എന്ത് പറയും? കളർ എന്ന് പറഞ്ഞാൽ. വേറെ ഒന്നും പറയണ്ട, കളർ എന്ന് പറയാം. കളർ ഒരു പ്രോപ്പർട്ടിയാണ്. ആരുടെ? പല കൊളോയിഡ്സും പല കളേഴ്സ് ഉണ്ട്. അപ്പൊ ഞാൻ പറയാൻ പോകുന്ന കാര്യം വേറെ ഒന്നാണ്. ഈ കളർ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യും? കൊളോയിഡ്സിന്റെ കളർ എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? കൊളോയിഡ്സിന്റെ കളർ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൊളോയിഡ്സിൽ വന്ന് വീഴുന്ന ലൈറ്റ് ഉണ്ടല്ലോ. നമുക്ക് ചുറ്റും ലൈറ്റ് ഉണ്ടാവുമല്ലോ. ലൈറ്റിൽ വെക്കുമ്പോഴല്ലേ കളർ ഒബ്സർവ് ചെയ്യുള്ളൂ. ഇരുട്ടത്ത് വെച്ചാൽ നമുക്ക് കാണാൻ പറ്റില്ല. ലൈറ്റിൽ വെക്കുമ്പോൾ ഈ വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്, ഈ ലൈറ്റ് വന്ന് വീണ് നേരത്തെ പറഞ്ഞ പോലെ ലൈറ്റ് വന്ന് വീണ് കഴിഞ്ഞാൽ ആ ലൈറ്റ് എന്ത് ചെയ്യും? ആ പാർട്ടിക്കിൾസ് തട്ടി സ്കാറ്റർ ചെയ്യും. ആ സ്കാറ്ററിംഗ് ഇഫക്റ്റ് ആയിട്ടാണ് പല കളർ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പൊ എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന? കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ വെച്ചാൽ എന്ത് പറയാം? കൊളോയിഡ്സിന്റെ കളറിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടർ ഏതാണെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടി എന്തായിരിക്കും നിങ്ങളെ? കൊളോയിഡ്സിൽ പതിക്കുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത്. The wavelength of the particle, the wavelength of the light used. ക്ലിയർ അല്ലേ? കൊളോയിഡൽ പാർട്ടിക്കിളില് വന്ന് വീഴുന്ന ലൈറ്റിന്റെ വേവ് ലെങ്ത് ആണ് ഏതിനെ അഫക്ട് ചെയ്യുന്ന ഫാക്ടർ? കൊളോയിഡ്സിന്റെ കളറിനെ എഫക്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഫാക്ടർ. ക്ലിയർ ആണോ ഞാൻ ഈ പറയുന്നത്? ഇത്രയും കണ്ടന്റ് ക്ലിയർ ആയോ? ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ആ ക്വസ്റ്റ്യനിൽ? അപ്പൊ ഇനി ഞാൻ അതിനൊരു എക്സാമ്പിൾ കൂടി പറഞ്ഞുതരാം. കളറിന് എക്സാമ്പിൾ ചോദിച്ചാൽ നിങ്ങൾ പറയേണ്ടത് ഗോൾഡ് ഉണ്ടല്ലോ, ഗോൾഡ് ഒരു കൊളോയിഡ് ആണെന്ന് പറയും. ഓക്കെ, ഒരു കൊളോയിഡൽ ഫോം ആണ് ഗോൾഡ്. ഈ ഗോൾഡിന്റെ ഏറ്റവും ഫൈനസ്റ്റ് പാർട്ടിക്കിൾ, എന്താ ഫൈനസ്റ്റ് പാർട്ടിക്കിൾ? ഏറ്റവും കുഞ്ഞു പാർട്ടിക്കിൾസ്, കൊളോയിഡൽ സബ്സ്റ്റൻസ് റേഞ്ച് ഇല്ലാത്ത തരത്തിൽ ചെറുതാക്കി മുറിച്ച് കുഞ്ഞു പാർട്ടിക്കിൾസ് എടുത്താല് ആ പാർട്ടിക്കിൾസിന്റെ കളറ് റെഡ് ആയിരിക്കും. ഓക്കെ, എന്നാൽ കൊളോയിഡിന്റെ പാർട്ടിക്കിൾ സൈസ് കുറച്ചൊരു കൂട്ടിയില്ല, ഗോൾഡിന്റെ ഞാൻ എടുക്കുന്ന പാർട്ടിക്കിൾ സൈസ് കുറച്ചൊരു കൂട്ടി കുറച്ച് വലിയ പാർട്ടിക്കിൾസ് ആണ് ഗോൾഡിൽ എടുക്കുന്നതെങ്കിൽ അതിന്റെ കളറ് പർപ്പിൾ ആയിട്ട് മാറും. പർപ്പിൾ അറിയില്ല, വയലറ്റ് പോലെ ഇരിക്കും. വീണ്ടും ഗോൾഡിന്റെ പാർട്ടിക്കിൾ സൈസ് വീണ്ടും കുറച്ചിട്ട് കൂട്ടുകയാണ്. പാർട്ടിക്കിൾ സൈസ് കൂട്ടിയാൽ അതിന്റെ കളറ് ബ്ലൂ ആയിട്ട് മാറും. ഓക്കെ, വീണ്ടും ഗോൾഡിന്റെ പാർട്ടിക്കിൾ സൈസ് കൂട്ടിയാലോ അതിന്റെ കളർ ഗോൾഡൻ ആയിട്ട് മാറും. ഗോൾഡൻ യെല്ലോ. ഇതിലേതാ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഗോൾഡിന്റെ കളർ?
ഗോൾഡൻ യെല്ലോ ആണ്. കാരണം പാർട്ടിക്കിൾ സൈസ് കൂടിയ അവസ്ഥയാണ്. അവിടെ ലൈറ്റ് നല്ലപോലെ സ്കാറ്റർ ചെയ്ത് ഈ ഗോൾഡൻ യെല്ലോയിലേക്ക് നമുക്ക് ഒബ്സർവേഷൻ കിട്ടും. ക്ലിയർ ആയോ? അപ്പൊ ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഒന്ന് മനസ്സിലുണ്ടാവട്ടെ. ഏത് എക്സാമ്പിൾ എടുക്കുന്നത്? ഗോൾഡിന്റെ പാർട്ടിക്കിൾ സൈസ് ഏറ്റവും ഫൈനസ്റ്റ് പാർട്ടിക്കിൾ മീനിങ് നല്ല പാർട്ടിക്കിൾ എന്നല്ല, ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ സൈസ് ആകുമ്പോൾ ഗോൾഡിന് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ സൈസ് വരുമ്പോൾ അതിന്റെ കളർ റെഡ് ആയിരിക്കും. വീണ്ടും കുറച്ചൊരു പാർട്ടിക്കിൾ സൈസ് കൂടുമ്പോൾ അത് പർപ്പിൾ കളറിലേക്ക് മാറും. വീണ്ടും ഗോൾഡിന്റെ പാർട്ടിക്കിൾ സൈസ് കൂടിയാൽ അത് ബ്ലൂ കളറിലേക്ക് മാറും. വീണ്ടും പാർട്ടിക്കിൾ സൈസ് കൂടിയാൽ യെല്ലോ കളർ മാറും. ഈ പാർട്ടിക്കിൾസ് മാറുന്നതനുസരിച്ചാണ് ലൈറ്റിന്റെ വേവ്ലെങ്ത്തിൽ വേരിയേഷൻ വരുന്നത്. അതുകൊണ്ടാണ് ഈ വേരിയേഷൻ ഈ കളർ ഡിഫറെന്റ് ആയിട്ട് കിട്ടുന്നത്. ഒരാളെ കുറിച്ചാണ് പറയുന്നില്ല, ആരെ കുറിച്ച്? ഗോൾഡിനെ കുറിച്ചാണ് പറയുന്നത്. ആ ഗോൾഡിന് തന്നെ ഏതൊക്കെ കളർ ഉണ്ടെന്ന് പറയാം? റെഡും പർപ്പിളും ബ്ലൂവും ഗോൾഡൻ യെല്ലോയും ഉണ്ട്. അതായത് പാർട്ടിക്കിൾ സൈസും വേരിയേഷൻ വരുന്നതനുസരിച്ച് കളർ വ്യത്യാസപ്പെടാം എന്നുള്ളതാണ് നമ്മൾ ഇതിലൂടെ പ്രൂവ് ചെയ്തത്. ഓക്കെ, ഗോൾഡൻ പാർട്ടിക്കിൾ സൈസ് ഏറ്റവും കുറയുമ്പോൾ ഗോൾഡ്, കുറച്ചുകൂടി കൂടുമ്പോൾ പർപ്പിൾ, കുറച്ചുകൂടി കൂടുമ്പോൾ ബ്ലൂ, ഏറ്റവും പാർട്ടിക്കിൾസ് കൂടിയ ഒരു ക്ലൗഡൽ ഫോം ആകുമ്പോഴോ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ഗോൾഡൻ യെല്ലോ ഒബ്സർവേഷൻ കിട്ടും. അപ്പൊ എത്ര പ്രോപ്പർട്ടി ആയി? ഇപ്പൊ തന്നെ 4 പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഏതാ? ഫസ്റ്റ് കോളിഗേറ്റീവ് പ്രോപ്പർട്ടി വാല്യൂ, സെക്കൻഡ് ടിൻഡൽ ഇഫക്ട് എന്നാണ് സെക്കൻഡ് പ്രോപ്പർട്ടി, തേർഡ് ബ്രൗണിയൻ മൂവ്മെന്റ് എന്നാണ് തേർഡ് പ്രോപ്പർട്ടി, ഫോർത്ത് പ്രോപ്പർട്ടി കളറാണ്. ഇത്രയും ക്ലിയർ ആയോ ആദ്യം? അപ്പൊ 4 പ്രോപ്പർട്ടീസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. 5ാമത്തെ പ്രോപ്പർട്ടിയിലേക്ക് കയറുകയാണ്. നമ്പർ 5 ചാർജ്. അപ്പൊ 5ാമത്തെ കോളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞത് എനിക്ക് ചാർജ് ആണ് അല്ലെ, കൊളോയിഡ്സിന്റെ ചാർജ് ആണ്. ആദ്യം തന്നെ നമുക്ക് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കൊളോയിഡ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്. പോസിറ്റീവ് ചാർജ് ഉള്ള കൊളോയിഡ്സ് ഏതൊക്കെയാണെന്ന് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ കിട്ടിയോ? ദ ക്വസ്റ്റ്യൻ പോസിറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ്. എക്സാമ്പിൾ ചോദിക്കും. ഒരു കൊളോയിഡിന് എക്സാമ്പിൾ എന്നിട്ട് പറയും ഇത് ഏത് ടൈപ്പ്, ഇത് പോസിറ്റീവ് കൊളോയിഡ് ആണോ നെഗറ്റീവ് കൊളോയിഡ് ആണോ, ക്ലാസിഫൈ ചെയ്യാനൊക്കെ കുറച്ച് എക്സാമ്പിൾ ഇതിന് സ്കാറ്റർ ചെയ്ത് തരും എല്ലാം കൂടി. എന്നിട്ട് പറയും പോസിറ്റീവ് കൊളോയിഡ്സ് ആയിട്ടും നെഗറ്റീവ് ചാർജ് കൊളോയിഡ്സ് ആയിട്ടും എന്ത് ചെയ്യാൻ പറയും? ക്ലാസിഫൈ ചെയ്തെടുക്കാൻ പറയും. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് ചെയ്യാം. പറയാം ഏതൊക്കെയാണ് പോസിറ്റീവ് കൊളോയിഡ്സ് നോക്കുക. Al2O3.XH2 എന്നാൽ XH2 ഹൈഡ്രേറ്റഡ് ഫോം എന്ന് പറയും. ഹൈഡ്രേറ്റഡ് ഫോം, വാട്ടർ മോളിക്യൂൾസ് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫോമാണ് ഹൈഡ്രേറ്റഡ് ഫോം. അങ്ങനെയുള്ള ചില കോമ്പൗണ്ട്സ് ആരൊക്കെയാണ്? ഹൈഡ്രേറ്റഡ് മെറ്റാലിക് ഓക്സൈഡ്. എക്സാമ്പിൾ പറഞ്ഞ് Al2O3 ഒരു മെറ്റാലിക് ഓക്സൈഡ് അല്ലേ, അലൂമിനിയം ഓക്സൈഡ്. Al2O3.XH2 ഹെട്ടിയാണേ. അതുപോലെ Fe2O3.XH2, പിന്നെ CrO3.X, അങ്ങനെയൊക്കെ ഉണ്ട് എക്സാമ്പിൾ. എന്തായാലും ഇത് രണ്ടും നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് ചെയ്തത്. ഏതൊക്കെയാ? Al2O3.XH2, Cr2O3.XH2, Fe2O3.XH2. ഇതിൽ രണ്ടെണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്, രണ്ടും പഠിക്കുക. പിന്നെ ആര്? മെത്തിലിൻ ബ്ലൂ ഒരു ബേസിക് ഡൈ ആണ്. ബേസിക് എന്ന് വെച്ചാൽ എന്താണ്? ആസിഡ് ബേസ് ഇല്ലേ, ആ ബേസിക് ആയിട്ടുള്ള ബേസിക് നേച്ചറുള്ള ഡൈ. എന്താണ് ഡൈ? ചായ, നിറം കൊടുക്കുന്ന വസ്തുക്കൾ അല്ലെ. എക്സാമ്പിൾ പറഞ്ഞു മെത്തിലിൻ ബ്ലൂ. അപ്പൊ മെത്തിലിൻ ബ്ലൂ എന്ന വസ്തു ഏത് കളോയിഡാ? പോസിറ്റീവ് കളോയിഡാ, മറന്നു പോകരുത്. പിന്നെ ആര്? ഹീമോഗ്ലോബിൻ. അറിയാം, ബ്ലഡിലുള്ള ഹീമോഗ്ലോബിൻ ഉണ്ടല്ലോ, അതൊരു കളോയിഡാ. ഏത് കളോയിഡാ? പോസിറ്റീവ് ചാർജ് കളോയിഡാ. Fe2+ ആണ് അതിന്റെ മെയിൻ പാർട്ട്. ഓക്കെ, അത് വിട്ടേക്ക്. പിന്നെ അത് TiO2 ടൈറ്റാനിയം ഓക്സൈഡിന്റെ കളോയിഡ്. അപ്പൊ ഈ 4 എക്സാമ്പിൾ 4-5 എക്സാമ്പിൾ ഞാൻ തന്നിട്ടുണ്ട്. ഇതൊന്ന് ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. ഏത് ചാർജ് കളോയിഡ്സിനായിട്ട് ഞാൻ ഇതെല്ലാം പറയുന്നത്? പോസിറ്റീവ് ആണേ, വിട്ടുപോലെ. അറിയാം Al2O3.XH2 ഉണ്ട്, Fe2O3.XH2 ഉണ്ട്, മെത്തിലിൻ ബ്ലൂ ഉണ്ട്, ഹീമോഗ്ലോബിൻ ഉണ്ട്, TiO2 ഉണ്ട്. ഇത്രയും ആൾക്കാർ ഏത് കൊളോയിഡ്സ് ആണെന്ന് പഠിക്കുക. പോസിറ്റീവ് ചാർജ് കൊളോയിഡ്സ് ആണ്, മറന്നുപോയില്ലല്ലോ. നെക്സ്റ്റ് നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ്. നെഗറ്റീവ് ചാർജ് കൊളോയിഡ്സ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. കോപ്പർ, സിൽവർ, ഗോൾഡ് പോലുള്ള മെറ്റൽസിന്റെ എല്ലാം കൊളോയിഡൽ ഫോം നെഗറ്റീവാ. സാറേ മെറ്റല് പോസിറ്റീവായിട്ട് മാറുന്നവരാണല്ലേ, പക്ഷെ കൊളോയിഡ് എടുത്താലോ അത് നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും എന്ന് പറയാം. ഓക്കെ, ആരൊക്കെയാ? കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര. ഇവരെല്ലാം ഏത് കൊളോയിഡ് ഫോമിലേക്ക് മാറുമ്പോൾ ഇവരുടെ ചാർജ് നെഗറ്റീവ് ആയിരിക്കും എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് പോയിന്റ്. നെക്സ്റ്റ് AS2S3SbS3 സൾഫൈഡുകളാണ് അല്ലെ. S3 എന്നൊക്കെ പറഞ്ഞാൽ സൾഫർ വരുന്ന കേസിൽ സൾഫൈഡ് എന്ന് പറയും. ഏതിന്റെ സൾഫൈഡ്? AS ആഴ്സനിക് എന്ന് പറയും, ആഴ്സനിക് സൾഫൈഡ്. SbS3 ആന്റിമണി സൾഫൈഡ്. ദാറ്റ് ഇസ് AS2S3യും SbS3യും പോലുള്ള സൾഫൈഡുകളും ആരായിരിക്കും? നെഗറ്റീവ്ലി ചാർജ്ഡ് കൊളോയിഡ്സ് ആയിരിക്കും. അതുപോലെ ഇയോസിൻ കോങ്കോറൈഡ് രണ്ട് ഡൈസ് ആണ്, നിറച്ചായങ്ങളാണ്, പക്ഷെ ഇത് ആസിഡിക് ഡൈ, ആസിഡ് ഡൈ ആണ്. ആരൊക്കെ ആസിഡ് ഡൈക്ക് എക്സാമ്പിൾ? ഇയോസിൻ കോങ്കോറൈഡ്. എക്സാമ്പിൾ ഇപ്പൊ പ്രീവിയസ് ക്വസ്റ്റൻ ആണ്. ഇയോസിൻ കോങ്കോറൈഡ് ഈ 2 കൊളോയിഡ്സും നെഗറ്റീവ് ചാർജ്ഡ് കൊളോയിഡ്സ് ആണ്. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞു മെത്തിലിൻ ബ്ലൂ അത് ആസിഡിക് ഡൈ, ബേസിക് ഡൈ ആണ്, അത് പോസിറ്റീവ് കൊളോയിഡ്. എന്നാൽ ഇവിടെ പറയുന്ന ഇയോസിനും കോങ്കോറൈഡും ആസിഡിക് ഡൈ ആണ്. ഓക്കെ, ഇയോസിൻ കോങ്കോറൈഡ് ആസിഡിക് ഡൈ ആണ്, അത് ഏത് ചാർജ് ആണ്? നെഗറ്റീവ് ചാർജ് ആണ്. പിന്നെ സ്റ്റാർച്ച്, ഗം, സെല്ലോസ് പോലെയുള്ളവരുടെ കൊളോയിഡ് ഫോം
സ്റ്റാർച്ച്, ഗം, സെല്ലോസ്, ജലാറ്റിൻ ഇവരുടെയൊക്കെ കൊളോയിഡൽ ഫോം എടുത്തുള്ളത് നെഗറ്റീവ് ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ചാർജിനകത്ത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചാർജ് തീർന്നില്ല, ഇനിയുണ്ട് പറയാം കേട്ടോ. അതിനും ഇത്രയും ഒന്ന് ആദ്യം നോക്കുക. അപ്പൊ നമ്മള് 5ാമത്തെ പ്രോപ്പർട്ടി പഠിക്കുകയാണ്. 5ാമത്തെ പ്രോപ്പർട്ടി ആരാ? ചാർജ് ആണ്. അതിൽ നമ്മൾ പോസിറ്റീവ് ചാർജിലെ കൊളോയിഡ്സിനെയും നെഗറ്റീവ് ചാർജിലെ കൊളോയിഡ്സിനെയും പരിചയപ്പെട്ടു. ഒന്നൊന്ന് നോക്കി ഒന്ന് നോട്ടൊന്ന് പ്രിപ്പയർ ചെയ്തെടുക്കണം കേട്ടോ. ഇപ്പൊ തന്നെ കണ്ടോളേ. ഈ സാധനങ്ങളൊക്കെ വിട്ടുപോകാതെ പഠിക്കുക. എക്സാമിനേഷൻ വന്ന പ്രീവിയസ് ക്വസ്റ്റൻ ആയതുകൊണ്ട് നമുക്ക് കളയാൻ പറ്റില്ലല്ലോ. ഏതൊക്കെയാ പോസിറ്റീവ്? ഒന്നുകൂടെ നമുക്ക് നോക്കാം. Al2O3XH2O, Fe2O3XH2O, മെത്തലിൻ ബ്ലൂ, ഹീമോഗ്ലോബിൻ TiO2. ഇത്രയും പോസിറ്റീവ് കൊളോയിഡ്സ്. കോപ്പർ, സിൽവർ, ഗോൾഡ് എക്സെട്ര. പിന്നെ As2S3, SbS3. പിന്നെ അതിന് കൂടെ വേണമെങ്കിൽ ഒരെണ്ണം കൂടി പഠിക്കാം കേട്ടോ. ഞാൻ വിട്ടുപോയതാണ്. CdS, കാഡ്മിയം സൾഫൈഡ്. അതും കൂടി ജസ്റ്റ് മനസ്സിരിക്കട്ടെ, ചിലപ്പോൾ എക്സാമിന് വന്നാലോ. As2S3, SbS3, CdS, കാഡ്മിയം സൾഫൈഡ്. പിന്നെ ഇയോസിൻ കോങ്കോറൈഡ്, അത് അസിഡിക് ഡൈ ആണ്. പിന്നെ സ്റ്റാർച്ച്, ഗം, സെല്ലോസ്, ജലാറ്റിൻ എന്നിവയുടെയൊക്കെ കൊളോയിഡൽ ഫോം. ഇവരൊക്കെ എന്ത് ചാർജ് ഉള്ളത്? നെഗറ്റീവ്ലി ചാർജ് കൊളോയിഡ്സ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? കൺസിഡർ ചെയ്യാൻ പറ്റും. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ ചാർജ് എന്ന പ്രോപ്പർട്ടിയിൽ ആദ്യം നമ്മൾ എക്സാമ്പിൾസിനെ കുറിച്ച് പറഞ്ഞു. എക്സാമ്പിൾസ് ക്ലിയർ ആയല്ലോ. ഇപ്പൊ പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്സും നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സും നമ്മൾ ഡീറ്റെയിൽ അനലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു പ്രത്യേക കാര്യമാണ്. ഇനി ഇതേ ചാർജിനകത്ത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ പറ്റിയ 1-2 കാര്യങ്ങളെ കുറിച്ച് ഞാൻ പറയാൻ പോവാം. ഞാനൊരു കൊളോയിഡ് എടുക്കാൻ പോവാം. ആ കൊളോയിഡിന് ഒരു പോസിറ്റീവ് നേച്ചർ ആണുള്ളത് ഇരിക്കട്ടെ. പോസിറ്റീവ് കൊളോയിഡ്. ഓക്കെ, അതിന്റെ ഒരു കൊളോയിഡ് എടുക്കുമ്പോൾ അതിന്റെ ഒരു ലെയർ എന്താണ്? പോസിറ്റീവ് ആണ്. ഈ ലെയർ ഫിക്സ്ഡ് ആണ്, മൂവ് ചെയ്യത്തില്ല. അത് അതിന്റെ ക്യാരക്ടർ ലെയർ ആണ്, ഫിക്സ്ഡ് ആണ്. അങ്ങനെ തന്നെ പേര് വിളിക്കുന്നത് ഫിക്സ്ഡ് ലെയർ എന്ന് പറയും. ഇത് സ്റ്റേഷനറി ആണ്, ഫിക്സ്ഡ് ലെയർ. ഏത് ലെയറാണ്? ഫിക്സ്ഡ് ലെയർ. അപ്പൊ ഞാനൊരു കൊളോയിഡ് എടുക്കുമ്പോൾ അതിന് പോസിറ്റീവ് ചാർജുള്ള ഒരു ഫിക്സ്ഡ് ലെയർ ഉണ്ടെങ്കിൽ അതിന് സറൗണ്ട് ചെയ്തുകൊണ്ട് നെഗറ്റീവ് ചാർജുള്ള ലെയർ ഉണ്ട്. പക്ഷെ ഈ നെഗറ്റീവ് ചാർജ് ലെയർ മൂവിങ് ആണ്. അത് അത്ര നല്ല സ്റ്റോൺ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോൺ ആയിട്ട് എന്ത് ചെയ്യാം? ജോയിൻ ചെയ്തിരിക്കുകയല്ല, ഡിഫ്യൂസ്ഡ് ആയിട്ട് കിടക്കുക. ഓക്കെ, മറ്റോ നല്ല സ്ട്രോങ് ടൈറ്റ് ആയിട്ട് പാക്ക് ചെയ്തേക്കാണ് അല്ലെ. അതെന്ത് ലെയർ? ഫിക്സ്ഡ് ലെയർ. ഇതാണെങ്കിലോ ലൂസ് ആയിട്ട് പാക്ക് ചെയ്തേക്കാം. അതിന്റെ ഓപ്പോസിറ്റ് ചാർജ് ആയിരിക്കും. അതിനെ വിളിക്കുന്ന പേരാണ്, ഞാൻ നേരത്തെ പറഞ്ഞു, ഡിഫ്യൂസ്ഡ് ലെയർ. ഡിഫ്യൂസ്ഡ് ലെയർ. അപ്പൊ ഒരു കൊളോയിഡിന് 2 ലെയേഴ്സ് ഉണ്ടല്ലേ. എന്തൊക്കെ 2 ലെയേഴ്സ്? ഒന്ന് ഫിക്സ്ഡ് ലെയർ. അതില് എന്താണ്? അതില് ചാർജ് എന്തായിരിക്കും? ഫിക്സ്ഡ് ആയിരിക്കും. തൊട്ടടുത്ത് അതിനോടൊപ്പം ചേർന്ന് കിടക്കുന്ന ലെയർ ആരാ? ഡിഫ്യൂസ് ലെയർ. മൂവിംഗ് ലെയർ, മൊബൈൽ ലെയർ. എന്താ മൂവ് ചെയ്യാൻ പറ്റും ആ ലെയറിന്? പക്ഷെ ഇത് മൂവ്മെന്റ് ഇല്ല, ഫിക്സ്ഡ് ആണ്. പക്ഷെ ഇത് മൂവ് ചെയ്യും. ഡിഫ്യൂസ്ഡ് ലെയർ എന്ന് പറയും. അപ്പൊ ഞാനൊന്ന് ചോദിച്ചോട്ടെ, നിങ്ങളോട് ചോദിച്ചോട്ടെ, ഇത് നെഗറ്റീവ് ആയിരുന്നെങ്കിലോ? ഈ പറഞ്ഞ ഫിക്സ്ഡ് ലെയർ നെഗറ്റീവ് ആയിരുന്നെങ്കിൽ ഡിഫ്യൂസ് ലെയർ എന്താണ്? പോസിറ്റീവ് ആണ്. അപ്പൊ അങ്ങനെയും ഒരു വേർഷൻ ഉണ്ട്. നിങ്ങൾ ഏതെങ്കിലും ഒന്നങ്ങ് പഠിച്ചാൽ മതി. ഞാൻ ഒരെണ്ണം പറഞ്ഞേ ഉള്ളൂ. ഞാൻ ഇവിടെ ആരാ എടുത്ത എക്സാമ്പിൾ ആയിട്ട്? ഫിക്സ്ഡ് ലെയർ പോസിറ്റീവ് ആണെങ്കിൽ ഡിഫ്യൂസ് ലെയർ നെഗറ്റീവ് മൂവ്മെന്റ് ആയിരിക്കും. ഇത് നേരെ തിരിച്ച് ഡിഫ്യൂസ് ലെയർ എന്താണെങ്കിൽ നെഗറ്റീവ് ആണെങ്കിൽ, സോറി, ഫിക്സ്ഡ് ലെയർ നെഗറ്റീവ് ആകുമ്പോൾ ഡിഫ്യൂസ് ലെയറോ പോസിറ്റീവ് ആയിട്ടും വരാം. അത് എടുക്കുന്ന കൊളോയിഡ്സും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മുടെ ഉദ്ദേശം അതല്ല. നമുക്ക് ഇങ്ങനെ ഒരു 2 ലെയർ ഉണ്ടല്ലോ. ഈ 2 ലെയറോട് ചേർന്ന് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ് പേരെന്ന് വായിക്കാവോ? HELMHOLTZ. വായിക്കേണ്ടത് ഹെൽംഹോൾട്സ് എന്ന് വായിക്കണം. ഹെൽംഹോൾട്സ്. ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അപ്പോൾ ഒരു കൊളോയിഡില് എന്തൊക്കെ ലെയർ ആവുള്ളേ? ഒരു ഫിക്സ്ഡ് ലെയർ, ഒരു ഡിഫ്യൂസ് ലെയർ ഉണ്ട്. ഈ 2 ലെയറുകളെ കൂടി ചേർത്ത് വിളിക്കുന്ന പേരാണ് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. ഇതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കേണ്ട വാക്കുകൾക്ക് ഇമ്പോർട്ടൻസ്. ഇവിടെയൊക്കെ തിയറികൾ കുറെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നല്ല, അവരുദ്ദേശിക്കുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ അറിയാമെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഇടുന്നത്. അപ്പൊ എന്തൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം? ഒരു കൊളോയിഡിന് ഒരു ഫിക്സ്ഡ് ലെയർ ഉണ്ട്, അതിനോടൊപ്പം കുറച്ച് ഒരു ഡിഫ്യൂസ്ഡ് ലെയർ ഉണ്ട്. അത് മൊബൈലാണ്, മൂവിംഗ് ആണ്. പക്ഷെ ഇത് ഫിക്സ്ഡ് സ്റ്റേഷനറി ആണ്. നമുക്കറിയാം. ഈ 2 ലെയറുകളെ ചേർത്ത് വിളിക്കുന്ന ഒറ്റ പേരെന്താണ്? ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ്. ഓക്കെ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ എന്നാണ് അവരെ വിളിക്കുന്ന പേര്. ഇനി എനിക്ക് ഒരു കാര്യമാണ് നിങ്ങളോട് പറയാനുണ്ട്. ഇത് 2 ഡിഫറെന്റ് ചാർജ് അല്ലേ. ഇത് പോസിറ്റീവ് ആകുമ്പോൾ ഡിഫ്യൂസർ നെഗറ്റീവ് ആകുമെന്ന് പറയും അല്ലേ. ഇനി ഇത് നെഗറ്റീവ് ആകുമ്പോൾ ഇതെന്താ പോസിറ്റീവ്. അപ്പൊ എന്തായാലും ഇവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടാവും. ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യില്ലേ. 2 ചാർജ് വ്യതിയാനങ്ങളിടയിൽ എന്തായാലും നിങ്ങൾ ഫിസിക്സ് പഠിക്കുന്നത് 2 ചാർജ് ഡിഫറൻസ് ഉണ്ടെങ്കിൽ അവർക്കിടയിൽ ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യില്ലേ. ആ പൊട്ടൻഷ്യൽ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ.
സീറ്റ പൊട്ടൻഷ്യൽ. ഓർ വേറെ പേരുണ്ട് ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. അപ്പൊ എക്സാമിനേഷന് ഈ സെക്ഷനിന് രണ്ട് ഇതുപോലുള്ള വാക്കുകളും ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഒന്ന്, രണ്ട് ലെയർ ഉണ്ട്, ഒന്ന് ഡിഫ്യൂസ്ഡ്, ഒന്ന് ഫിക്സ്ഡ്. ഈ രണ്ട് ലെയറുകൾ ചേർത്ത് വിളിക്കുന്ന പേര് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. അത് നിങ്ങൾക്ക് അറിയാം. രണ്ടാമത്, രണ്ട് ലെയർ ഉണ്ടെന്നല്ലേ പറഞ്ഞു ഇവർക്ക്, ഡബിൾ ലെയർ അല്ലേ, ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ അല്ലേ. ഈ ഡബിൾ ലെയർ ആകുമ്പോൾ ഒരു പോസിറ്റീവ് നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ഒരു പോസിറ്റീവ് വരും. അപ്പൊ അവർക്കിടയിൽ ഏത് ഡെവലപ്പ് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യലിനെ വിളിക്കുന്ന പേര് സീറ്റ പൊട്ടൻഷ്യൽ. പേരുണ്ടോ? സ്പെല്ലിംഗ് ഉണ്ടോ? സീറ്റ ZET ആണ് കേട്ടോ. സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇതാണ് കൊളോയിഡ്സിന്റെ ചാർജുമായിട്ട് റിലേറ്റഡ് കാര്യം. അപ്പൊ ചാർജ് എന്ന പ്രോപ്പർട്ടിയെ കുറിച്ച് നമ്മൾ പഠിച്ചത് എന്തൊക്കെയാ? ചാർജ്, പോസിറ്റീവ് ചാർജുള്ള കൊളോയിഡ്സിന് എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അതുപോലെ നെഗറ്റീവ് ചാർജുള്ള കൊളോയിഡ്സിന് എക്സാമ്പിൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. ഓക്കെ, അത് ആദ്യം പറഞ്ഞു. അതിനുശേഷം നമ്മൾ എന്ത് വന്നു? ഇതിലേക്ക് വന്നു. രണ്ട് ലെയറുകളെ കുറിച്ച് സംസാരിച്ചു. ഒരു ഫിക്സ്ഡ് ലെയർ ഉണ്ട്, ഒരു എന്തുണ്ട്, ഡിഫ്യൂസ് ലെയർ ഉണ്ട്. ഫിക്സ്ഡ് ലെയർ പോസിറ്റീവ് ആണെങ്കിൽ ഡിഫ്യൂസ് ലെയർ നെഗറ്റീവ് ആയിരിക്കും. ഇനി ഫിക്സ്ഡ് ലെയർ നെഗറ്റീവ് ആണെങ്കിൽ ഡിഫ്യൂസ് ലെയർ പോസിറ്റീവ് ആയിരിക്കും. ഈ രണ്ട് ലെയറുകൾ ചേർത്ത് വിളിക്കുന്ന പേര് ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. കേൾക്കുന്നുണ്ട് വാക്കുകൾ? ഹെൽംഹോൾട്സ് ഇലക്ട്രിക്കൽ ഡബിൾ ലെയർ. പിന്നെ ഞാൻ പറഞ്ഞ കാര്യം, ഈ രണ്ട് ഡിഫറെന്റ് ചാർജുള്ള ലെയർ ആകുമ്പോൾ അവർക്കിടയിൽ എന്ത് ഡെവലപ്പ് ചെയ്യും? ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡെവലപ്പ് ചെയ്യും. ആ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ വിളിക്കുന്ന പേരാണ് സീറ്റ പൊട്ടൻഷ്യൽ ഓർ ഇലക്ട്രോ കൈനറ്റിക് പൊട്ടൻഷ്യൽ. ഇതാണ് ഏത് ക്വസ്റ്റ്യൻ? ചാർജ് എന്ന ക്വസ്റ്റ്യൻ പറയാനുള്ള കാര്യം. അപ്പൊ കൊളോയിഡിന്റെ പ്രോപ്പർട്ടി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാണ്. അതിലെ അഞ്ചാമത്തെ പ്രോപ്പർട്ടി ആയ ഏത് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു? ചാർജ് കംപ്ലീറ്റ് ചെയ്തു. ക്ലിയർ ആണല്ലോ 5 പ്രോപ്പർട്ടി? ഓക്കെ, 5 പ്രോപ്പർട്ടി നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലെ കൊളോയിഡ്സിന്റെ. ആറാമത്തെ പ്രോപ്പർട്ടി നമ്പർ 6 ഇലക്ട്രോഫോറസിസ്. ഇലക്ട്രോഫോറസിസ് ആറാമത്തെ പ്രോപ്പർട്ടിയാ. പേരുകൾ ഇമ്പോർട്ടന്റ്. ഞാൻ നേരത്തെ നിങ്ങളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഈ ചാപ്റ്ററിനകത്ത് കുറെ വാക്കുകൾക്കാണ് ഇമ്പോർട്ടൻസ്, കുറെ എക്സ്പ്ലനേഷൻസിനല്ല. അങ്ങനെ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഇലക്ട്രോഫോറസിസ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പഠിച്ച പ്രോപ്പർട്ടി ഏതായിരുന്നു? കൊളോയിഡിന്റെ ചാർജ് അല്ലായിരുന്നു. അപ്പൊ കൊളോയിഡില് ചാർജ് ഉണ്ട് എന്ന് കൺഫേം ചെയ്യാൻ ഉപയോഗിക്കുന്നതാണ് ആര്? ഇലക്ട്രോഫോറസിസ്. എങ്ങനെയാ? ഒരു കൊളോയിഡില് ചാർജ് ഉണ്ടോ ഇല്ലയോ എന്ന് കൺഫേം ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഇലക്ട്രോഫോറസിസ്. ഞാൻ സിമ്പിൾ ആയിട്ട് എക്സാമ്പിൾ പറഞ്ഞത്, ഒരു വെസലില് ഞാൻ ആരെ എടുത്തു, എനിക്ക് ഏതോ ഒരു കൊളോയിഡ് ഉണ്ടായിരുന്നു എന്റെ കയ്യിൽ. ആ കൊളോയിഡ് എടുത്ത് വെച്ചേക്കാം. അതിനകത്ത് ഒരു പ്ലാറ്റിനം റോഡ് എടുക്കി വെച്ചു. ഒരു പ്ലാറ്റിനം റോഡ് 2 എണ്ണം വെച്ചു. ഇതും ഒരു പ്ലാറ്റിനം റോഡ്, അതുപോലെ ഇതും ഒരു പ്ലാറ്റിനം റോഡ്. ഇതിന്റെ ചാർജ് പോസിറ്റീവ് ആണ്, ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആണ്. ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്തപ്പോ ഈ കൊളോയിഡ്സിനകത്ത് പാർട്ടിക്കിൾസ് പോസിറ്റീവ് ആണുള്ളതെങ്കിൽ ആ പോസിറ്റീവ് എല്ലാം എങ്ങോട്ട് പോകും? നിങ്ങൾക്കറിയാലോ, ഈ കൊളോയിഡ്സിനകത്തുള്ള പോസിറ്റീവുകളെല്ലാം കൂടി എങ്ങോട്ട് പോകും? പോസിറ്റീവ് മാത്രം എങ്ങോട്ടായിരിക്കും പോകുന്നത്? നെഗറ്റീവിലേക്ക് പോകും. ഓക്കെ, അപ്പൊ ഇവിടെ പോയി ഡെപ്പോസിറ്റ്. ഇനി ഇതിനകത്ത് നെഗറ്റീവുകളാണുള്ളതെങ്കിലോ ആ നെഗറ്റീവ് എല്ലാം കൂടി എങ്ങോട്ട് പോകും? പോസിറ്റീവിലേക്ക് പോകും. ശരിയല്ലേ? ശരിയാണോ? ഈ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. കൊളോയിഡ്സിനകത്തുള്ള പാർട്ടിക്കിള് അതിന്റെ ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്ക് മൂവ് ചെയ്യുന്നുള്ളതാണ് ഏതെക്കുറിച്ച് പറയേണ്ട കാര്യം? ഇലക്ട്രോഫോറസിസ്. അപ്പൊ ഇലക്ട്രോഫോറസിസ് ക്ലിയർ ആയോ? അപ്പൊ ഇലക്ട്രോഫോറസിൽ നമ്മൾ എന്തൊക്കെ പറഞ്ഞു? ഇലക്ട്രോഫോറസ് പറയേണ്ട സിമ്പിളായിട്ട് പറയേണ്ട കാര്യങ്ങള്, ഒന്ന്, കൊളോയിഡൽ സൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ കൊളോയിഡൽ സൊല്യൂഷനിനകത്തേക്ക് 2 മെറ്റൽ റോഡ് ഇറക്കി വെക്കുക. പ്ലാറ്റിനം പോലുള്ള ഏതെങ്കിലും മെറ്റൽ റോഡ്, ഒരാൾ പോസിറ്റീവ് റോഡും ഒരാൾ നെഗറ്റീവ് റോഡും ആയിരിക്കണം ചാർജ് കൊടുക്കേണ്ട ചാർജ് അതിലേക്ക്. കാരണം അത് നമ്മൾ ബാറ്ററിയായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് അത് പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടൊക്കെ മാറുന്നില്ലേ. ആ ബാറ്ററീസ് ഇലക്ട്രിസിറ്റി. അപ്പൊ ഇലക്ട്രിസിറ്റി കൊടുത്തു, ബാറ്ററിയിലൂടെ ഇലക്ട്രിസിറ്റി കൊടുത്തപ്പോ സൊല്യൂഷനകത്തുള്ള പോസിറ്റീവ് പാർട്ടിക്കിൾസ് എല്ലാം നെഗറ്റീവിലേക്ക് പോയി, നെഗറ്റീവ് പാർട്ടിക്കിൾസ് എല്ലാം പോസിറ്റീവിലേക്ക് പോയി ഡെപ്പോസിറ്റ് ചെയ്തു. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഈ റോഡിനകത്ത് എന്തൊക്കെയോ ഡെപ്പോസിറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ ആ ഡെപ്പോസിഷനാണ് എന്ത്? ഇതിന്റെ നേച്ചർ എന്ന് ഉദ്ദേശിക്കുന്നത്. കാരണം നെഗറ്റീവ് പാർട്ടിക്കിൾസ് എല്ലാം പോസിറ്റീവിലേക്കും പോസിറ്റീവ് പാർട്ടിക്കിൾസ് എല്ലാം നെഗറ്റീവിലേക്കും പോയപ്പോ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ ഇത് ഈ പ്രോപ്പർട്ടിയുടെ പേര് പറഞ്ഞ് ഇലക്ട്രോഫോറസിസ് എന്നാണ് ഈ പ്രോപ്പർട്ടിയുടെ പേര്. അപ്പൊ ഈ പ്രോപ്പർട്ടിയുടെ പേര് ഇലക്ട്രോഫോറസിസ്. അപ്പൊ ഇലക്ട്രോഫോറസിസ് ക്ലിയർ ആയോ? അപ്പൊ എന്തൊക്കെ ഞാൻ പറഞ്ഞ ഒന്നൊരു ജസ്റ്റ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമുക്ക് ആദ്യം ഒരു കൊളോയിഡ് എടുക്കുക. ആ കൊളോയിഡില് ഒരു 2 റോഡ് ഇറക്കി വെക്കുക, ഒരു പോസിറ്റീവ് നെഗറ്റീവ് റോഡ് ഇറക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം? ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ കൊളോയിഡ്സിനകത്തുള്ള പോസിറ്റീവ് പാർട്ടിക്കിൾസ് നെഗറ്റീവിലേക്കും നെഗറ്റീവ് പാർട്ടിക്കിൾസ് പോസിറ്റീവിലേക്കും പോകുന്നത് കാണാൻ പറ്റും. ഓപ്പോസിറ്റ് ചാർജിലേക്ക് പോയി. ആ മൂവ്മെന്റിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോഫോറസിസ്. ഇനി ഒരു വാക്കുകൂടി ഞാൻ എക്സ്ട്രാ പറഞ്ഞുതരാം. ഈ സൊല്യൂഷനകത്ത്
ഇത് ഡിസ്പേഴ്സ്ഡ് ഫേസ് പാർട്ടിക്കിൾസ് ആണ് ചാർജുള്ള പാർട്ടിക്കിൾസ്. ഡിസ്പേർഷൻ മീഡിയം ആണ് മൂവ് ചെയ്യുന്നെങ്കിൽ ആ മീഡിയം മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ചില പ്രത്യേക രീതിയിൽ ഇലക്ട്രിസിറ്റി അപ്ലൈ ചെയ്യുമ്പോൾ ഡിസ്പേഴ്സ് പാർട്ടിക്കിൾസ് മൂവ് ചെയ്യാതെ മീഡിയം മൂവ് ചെയ്താൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. അപ്പൊ രണ്ട് വാക്കുകൾ കേട്ടു. എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ഇലക്ട്രോഫോറസിസ് ആണ്. അപ്പൊ ഇലക്ട്രോ ഓസ്മോസിസ് ചോദിച്ചാലും പറയണം പാർട്ടിക്കിൾസ് അല്ല പോകുന്നത്, മീഡിയം മൂവ് ചെയ്യും. മീഡിയത്തിന്റെ മൂവ്മെന്റ് വിളിക്കുന്ന പേരാണ് ഇലക്ട്രോ ഓസ്മോസിസ്. ക്ലിയർ ആയോ? രണ്ട് വാക്ക് കണ്ടു, ഇലക്ട്രോഫോറസും ഇലക്ട്രോ ഓസ്മോസും. ഈ രണ്ട് വാക്കുകളും എന്തിനു ഉപയോഗിച്ചു? ഞാൻ നേരത്തെ പറഞ്ഞ പ്രോപ്പർട്ടി കൺഫേം ചെയ്യാൻ. ഏത് പ്രോപ്പർട്ടിയെ? ചാർജിനെ കൺഫേം ചെയ്യും. ഇത്രയും ക്ലിയർ ആയോ? അപ്പൊ നമ്മൾ എത്ര പ്രോപ്പർട്ടി ഇതുവരെ ഡിസ്കസ് ചെയ്തു? 6 പ്രോപ്പർട്ടി. 6ാമത്തെ പ്രോപ്പർട്ടി ആരാ? ഇലക്ട്രോഫോറസിസ് ആണ്, അല്ല ഇലക്ട്രോ ഓസ്മോസിസും ചോദിക്കാം. അപ്പൊ 6 പ്രോപ്പർട്ടി ഫസ്റ്റ് ഓരോ പ്രോപ്പർട്ടിയായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽ ക്ലാസ് വർക്ക്ഔട്ട് ചെയ്യാം. ഇനിയും 1-2 പ്രോപ്പർട്ടി നമ്മൾ എക്സ്ട്രാ വർക്ക്ഔട്ട് ചെയ്യാൻ പോവാണ്. അതിന് ഇത്രയും ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്ര കൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. ബാക്കി കുറെ കണ്ടന്റ് നമ്മൾ കവർ ചെയ്തു അല്ലെ. ബാക്കി കാര്യങ്ങൾ നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഇത്രയും പ്രോപ്പർട്ടി നിങ്ങൾ ക്ലിയർ ആയിട്ട് വർക്ക് ചെയ്തിട്ട് വരിക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബാക്കി പ്രോപ്പർട്ടിയെ കുറിച്ചും ബാക്കി കാര്യങ്ങളെ കുറിച്ചും എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ക്ലിയർ? താങ്ക് യു.